മായന്മാരെ കുറിച്ച് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യേണ്ട അപ്പോകാലിപ്റ്റോ എന്ന സിനിമ മാത്രം കണ്ടാൽ മതി ട്ടോ. അതായത് അതിലെ അതിക്രൂരമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്യുന്നത് മായൻ ജനതയാണ്. അതായത് ഈ ഒരു സിനിമയിലെ ഒരു പ്രത്യേക ഭാഗത്ത് വളരെ സമാധാനമായിട്ട് ജീവിച്ചു വരുന്ന കുറച്ച് ആദിവാസി വിഭാഗത്തൊക്കെ ഈ മായന്മാരെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു ശിഷ്യൻ ഇർസ എന്ന ഒരു പിരമിഡ്, അത്ഭുതകരമായിട്ടുള്ള ഒരു പിരമിഡ് ഉണ്ടല്ലോ, ആ ഒരു പിരമിഡിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇവരെ നരബലിയൊക്കെ നടത്തുന്നുണ്ട്. അതായത് അവരുടെ ഹൃദയം ജീവനോടെ തന്നെ പുറത്തേക്ക് പൊളിച്ചിട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു സ്പോട്ടിൽ തന്നെ അപ്പോഴും അവർക്ക് ജീവനുണ്ട് കേട്ടോ. ആ ഒരു സ്പോട്ടിൽ തന്നെ വെറുതെ തലയും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് വെറുതെ ശരീരം വെറുതെ തലയും കാര്യങ്ങളൊക്കെ അടിയിലോട്ട് ഉരുട്ടി വിടുകയാണ്, പടികളിലൂടെ അടിയിലോട്ട് ഉരുട്ടി വിടുകയാണ്. അതായത് സിനിമയിലെ ഈ ഒരു പോർഷനിൽ തന്നെ ആ ഒരു കാലഘട്ടം സിനിമ ഇറങ്ങിയ ആ ഒരു സമയത്ത് തന്നെ വളരെ വലിയ പ്രതിഷേധങ്ങൾ മെക്സിക്കോയിലെ ഇവരുടെ ആൾക്കാരാണ്. അതായത് നമ്മളെ പാരമ്പര്യം ഉള്ള അതായത് മായൻ ജനതയുടെ ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വളരെ വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒന്നല്ല, അതൊക്കെ ആക്ച്വലി ഉടായ്പ പരിപാടിയാണ് എന്നൊക്കെ. എന്നാൽ ആക്ച്വലി ഗവേഷകർ മുന്നോട്ട് വെക്കുന്നത് അവർ പറയുന്നത് ആക്ച്വലി ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ഈ ഒരു പ്രവർത്തികളെല്ലാം തന്നെ മായന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അതായത് ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള പല പ്രവർത്തികളും ആക്ച്വലി ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗം തന്നെയായിരുന്നു. അതായത് ഒരു മതത്തിൽ ഉൾപ്പെടുത്തിയ രീതിയിൽ അത് 150ഓളം ദൈവങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ നിറഞ്ഞു കിടന്നു തന്നെയായിരുന്നു മായൻ സിവിലൈസേഷൻ, മായന്മാരുടെ ഒരു ജീവിതം തന്നെ പറയേണ്ടി വരും.